എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ IEO ഈ എക്സാമിൻ്റെ ലേറ്റസ്റ്റ് സിലബസ് കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇനി നമുക്കൊരു 80 to 85 ഡേയ്സ് ആണ് IEO എക്സാമിന് വേണ്ടിയുള്ളത്. ഈ ഒരു എക്സാമിന് വേണ്ടി ഈ സമയം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ പുതിയ സിലബസ് എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് പഠിക്കേണ്ടത്, റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ സെഷനിൽ ഞാൻ എന്തൊക്കെയാണ് പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഈ സെഷനിലെ ഹൈലൈറ്റ്സിൽ ആദ്യമായി എങ്ങനെയാണ് നമ്മൾ ഈ സിലബസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ളത് 80 to 85 ഡേയ്സ് ആണ്. 80 ഡേയ്സ് തന്നെ നമുക്ക് വയ്ക്കാം. ഈ 80 ഡേയ്സിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു IEO പോലൊരു എക്സാമിന് നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് ചെക്ക് പോയിന്റ്സ് നമുക്ക് വയ്ക്കാം. ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്തോളൂ. ആ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ ചെക്ക് പോയിന്റ്സും ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യേണ്ടത്, ഷോർട്ട് നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് നിങ്ങളുടെ സ്വന്തം കൈപ്പടിയിൽ എഴുതാൻ സാധിക്കുക, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ സിലബസിൻ്റെ അഡ്വാൻറ്റേജസ്, ശരിക്കും ഈ അഡ്വാൻറ്റേജസ് നമ്മുടെ ഈ ചെക്ക് പോയിന്റ്സിൽ വരുന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് അയ്യോ ഇതൊരു പുതിയ സിലബസ് ആണ്, ഈ പറയുന്ന പോലെ എനിക്ക് 80-85 ഡേയ്സ് ഞാൻ ഒരു പുതിയ സിലബസ് പഠിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ സിലബസിന്. അത് ഞാൻ വഴിയേ പറയാം. ഞാൻ വെറുതെ അല്ല, ഫാക്ട് വെച്ച് തന്നെ ഞാൻ പറയാതെ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങൾ 80 ദിവസം കൊണ്ട് ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ ഇവിടെ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഈ സിലബസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. പുതിയ സിലബസ് ആണ് അല്ലേ, നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. ദാറ്റ് ഈസ് ഒരു ബിഗിനർ ആയിക്കോട്ടെ, അതായത് നമുക്ക് നമ്മൾ ഇതുവരെ IEOക്ക് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 0 എന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിലബസിൽ എന്തൊക്കെയാണുള്ളത് നമുക്കറിയാം. എഞ്ചിനീയറിംഗ് മാത്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാൻ വഴിയേ പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും, അതായത് നമ്മുടെ ഫിസിക്സിൻ്റെയും എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെയൊക്കെ സ്റ്റഡി പ്ലാൻ, അതായത് ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് മാഷുമാർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പിൽ അവൈലബിളും ആണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ആദ്യമായിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പുതിയ സിലബസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഞാൻ നേരത്തെ കുറച്ച് ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. IEOയുടെ പഴയ സിലബസ് എങ്ങനെയായിരുന്നു? ഇന്റർ ഡിസിപ്ലിനറി ആയിരുന്നു അല്ലേ. അതായത് അതിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ IEO സിലബസ് ഒക്കെ അല്ലെങ്കിൽ IEOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മൾ ചില സബ്ജക്ട്സ് കുറച്ച് ഈസി ആയിരിക്കും, ചില സബ്ജക്ട്സ് ഈ പറയുന്ന പോലെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന പോലെ അത് അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ട്രീമുകാർക്ക് ചിലപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാം. ഇപ്പോഴത്തെ സിലബസിൽ എന്താണ്, അങ്ങനെ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. എല്ലാവർക്കും ഈ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, പുതിയതാണ്, എല്ലാവർക്കും ഒരേപോലെയാണ്. എഞ്ചിനീയേഴ്സിന് വേണ്ടിയുള്ളൊരു സിലബസ് ആണ് എന്ത് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഒരു സിലബസ് ആണ് ഈ IEOക്ക് വേണ്ടി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈ 80 ഡേയ്സേ ഉള്ളൂ, 80+ ഡേയ്സേ ഉള്ളൂ. അപ്പോൾ 0 ഇതുവരെ നേരെ പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവർക്കും എന്താണ് ഇതൊരു ആശ്വാസമാണ്. കാരണം ഇനി പഠിച്ചാലും, ഇനിയുള്ള 80 ദിവസം പഠിച്ചാലും നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് പ്രത്യേകത, ദാറ്റ് ഈസ് ഈ പുതിയ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. അതായത് ഏതൊരു ബ്രാഞ്ചുകാരനും ഒരേ സബ്ജക്ട്സ് തന്നെയാണ് പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ അഡ്വാൻറ്റേജ് ഒരു ബ്രാഞ്ചുകാർക്കും കിട്ടില്ല. കാരണം എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് എന്ത്, നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ നമുക്ക് മറ്റേ സബ്ജക്ട് അറിയാത്തതുകൊണ്ടായിരിക്കും, പക്ഷേ നമുക്ക് തോന്നുന്നത് എന്താണ്, ഈ പറയുന്നത് ആ സബ്ജക്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ആ സബ്ജക്ട് ഈസി ആയിരുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു തരത്തിലുമുള്ള ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് ഈ സിലബസ് തരുന്നില്ല. നമുക്ക് ഈ സിലബസ് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ട് വേണം നിങ്ങളിത് കാണാനായിട്ട്. കാരണം എന്താ, എനിക്ക് എഞ്ചിനീയറിംഗ് മാത്സും എഞ്ചിനീയറിംഗ് ഫിസിക്സും എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയും പഠിച്ചാൽ മതി. അതൊരു സിവിലുകാരായിക്കോട്ടെ, മെക്കാനിക്കലാരായിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, എല്ലാവർക്കും പഠിക്കേണ്ടത് എന്താണ്, ഒരേ സബ്ജക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ സബ്ജക്റ്റിലുള്ള ഐഡിയ എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം ഇതെല്ലാം നമ്മൾ കോമൺലി പഠിച്ച സബ്ജക്ട്സ് തന്നെയാണ് അല്ലേ, ഫസ്റ്റ് ഇയറിൽ പഠിച്ച സബ്ജക്ട്സ് തന്നെയാണ്. ഇനി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന IEOയുടെ ചോദ്യങ്ങൾ നമുക്ക് കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ച സിലബസുമായി എന്താണ് ലിങ്ക് ചെയ്ത് നമുക്ക് പഠിക്കാം. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാം. ന്യൂമറിക്കലും തിയറി എല്ലാം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് എന്ത് ഈ സിലബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പറയുന്ന പോലെ IEOയുടെ സിലബസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മളിതൊരു വളരെ പോസിറ്റീവായിട്ടും അഡ്വാൻറ്റേജുമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ. കാരണം എല്ലാവർക്കും 80 ഡേയ്സ് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. നിങ്ങൾക്കും എനിക്കും എല്ലാം 80 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സിലബസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ സബ്ജക്ട്സ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ പഠിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഞാനൊരു ഇലക്ട്രിക്കലാണെങ്കിൽ എനിക്ക് മെക്കാനിക്കലിൻ്റെ സബ്ജക്റ്റ് ഒക്കെ പഠിക്കണമായിരുന്നു നേരത്തെ. ഇപ്പോൾ അതൊന്നും വേണ്ട. എന്താണ്, എല്ലാവർക്കും എഞ്ചിനീയറിംഗ് മാത്സ് പഠിക്കണം, എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിക്കണം, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി പഠിക്കണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്.
ആണല്ലോ. ഇനി ഇതിലുള്ള ഒരു പ്രത്യേകത എന്താണ്, ഇത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റേജ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും നേരത്തെ 15 ക്വസ്റ്റ്യൻസ് വെച്ചായിരുന്നു, അത് 15 മാർക്ക് വെച്ചായിരുന്നു, ഇപ്പം അത് 30 മാർക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി എന്താണ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടി വരും. അത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മൊത്തത്തിലുള്ള സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ 100 മാർക്കിനാണ്. അതിൽ 40 മാർക്സ് മാത്സ്, 30 മാർക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, 30 മാർക്സ് കെമിസ്ട്രി. ഇനി നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഒരു ഡീറ്റെയിലേക്ക് പോവാം. നോക്കുക, നമുക്ക് മോഡ്യൂൾ 1 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര, മോഡ്യൂൾ 2 എന്ന് പറയുന്നത് കാൽക്കുലസ്, മോഡ്യൂൾ 3 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മോഡ്യൂൾ 4 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മോഡ്യൂൾ 5 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ ഓരോ സബ്ജക്റ്റിന്റെയും കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലീനിയർ ഓൾജിബ്രയ്ക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, മെട്രിസസ് ആണ് അല്ലേ, അത് നമ്മൾ അതിനനുസരിച്ച് തരുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള നമ്മൾ ടച്ചിൽ ഇല്ലാത്ത ടോപ്പിക്സ് ഉണ്ട്. മെട്രിക്സ് ഒക്കെ പലപ്പോഴും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് തന്നെ പഠിച്ചത്. കാരണം അതിൽ ഒരുപാട് ടൈപ്പുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾ കണ്ടു നോക്കാം. ഇനി അടുത്തത് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിലും 3 മോഡ്യൂൾസ് ആണ്, മോഡ്യൂൾ 1, മോഡ്യൂൾ 2 ആൻഡ് മോഡ്യൂൾ 3. മോഡ്യൂൾ 1 അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്, രണ്ടാമത്തെ മോഡ്യൂൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അക്കൗസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ ഈ 3 മോഡ്യൂളിൽ നിന്നും അസിസ്റ്റന്റ് ഡയറക്ടറിന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നത്, അല്ലെങ്കിൽ PYQ അനാലിസിസ് നടത്തുന്നത് എന്തിനാണ്? കാരണം നമ്മൾ എത്രത്തോളം ഡെപ്തിൽ, വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം ദിസ് സിലബസ്, ഈ സിലബസിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ സിലബസിന് അനുസരിച്ച് ഏത് ലെവലിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, എത്രത്തോളം ഡെപ്തിൽ കവർ ചെയ്യണം, ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മാഷ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ, അതായത് നമ്മളുടെ എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ ഓറിയന്റേഷൻ വീഡിയോ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് ആർക്ക് വേണോ ഇത് ആക്സസ് ചെയ്യാം. ഈ പറയുന്ന ഈ വീഡിയോയിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെയിറ്റേജ് ഏരിയാസ് എല്ലാം തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടേക്കുക ഇനി കാണാത്തവരുണ്ടെങ്കിൽ. ഇനി അടുത്തത് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ് മൂന്നാമത്തെ നമ്മുടെ സബ്ജക്ട് അല്ലേ. അതിൽ 3 മോഡ്യൂൾസ് ഉണ്ട്. അഗൈൻ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഈ 3 ടോപ്പിക്സിനെ കുറിച്ചും ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ലെവലും അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് എത്രയാണ്, അതുപോലെ തന്നെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എത്ര വന്നു, ഇതെല്ലാം തന്നെ മാഷ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെ ഓറിയന്റേഷൻ വീഡിയോയിൽ അതും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്, അതായത് വാട്ട് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്, എത്രത്തോളം ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ട്, തിയററ്റിക്കൽ മാത്രമാണോ ന്യൂമറിക്കൽ മാത്രമാണോ, ഇതെല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടെ തന്നെ ഈ 2 വീഡിയോയിലും എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ആ 2 ഓറിയന്റേഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ വേണോ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, പക്ഷേ ഈ 2 വീഡിയോസും എന്തായാലും കണ്ടിരിക്കുക. ഇറ്റ് വിൽ ബി വെരി ഇൻഫോർമേറ്റീവ്. ഇനി ആ ഒരു പോയിന്റ് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ചെക്ക് പോയിന്റ്സിലേക്ക് വീണ്ടും പോകാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അഡ്വാൻറ്റേജസ് ഓഫ് IO സിലബസ് എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. എല്ലാവർക്കും എന്താണ് ഒരേപോലെ തന്നെയാണ്. ഈ 3 സബ്ജക്ട്സും എനിക്കും പുതിയതാണ്, നിങ്ങൾക്കും പുതിയതാണ്. അഗൈൻ നമ്മളിത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ബിടെക്കിൽ ഇത് പഠിച്ചിട്ടില്ലാത്തോ, അല്ലെങ്കിൽ നമ്മൾ +1 +2 പഠിക്കാത്ത സബ്ജക്ട്സ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബേസ് ഉണ്ടാവും, അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് എടുത്താൽ മതി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടുത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്, മിനിമം സമയം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊരു വ്യക്തമായ സ്ട്രാറ്റജി വേണം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് വിട്ടുപോകും, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും വിട്ടുപോകും. ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് നമുക്ക് 80 ഡേയ്സ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക്കും, അതാണ് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കെമിസ്ട്രിയുടെ ആണെങ്കിലോ ഫിസിക്സിൻ്റെ ആണെങ്കിലോ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞത് അതെല്ലാം ഈ ഓറിയന്റേഷൻ വീഡിയോയിലുണ്ട്. അതൊന്ന് കണ്ടേക്കാം. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം 80 ഡേയ്സ് നിങ്ങളൊരു 5 മണിക്കൂർ ഡെയിലി വെച്ച് കൂട്ടിയാൽ തന്നെ 400 hours ആണ്. ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് മോർ ദാൻ ഇനഫ് ആണ് ഈ 400 hours ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു 80 ഡേയ്സ് അവൈലബിൾ ഉണ്ട്. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പഠിക്കാനായിട്ട് 5 മണിക്കൂർ ചിലവാക്കിയാൽ മതി. അതിൽ കുറച്ച് നേരം ക്ലാസ് കാണുക, കുറച്ച് നേരം നോട്ട് ഉണ്ടാക്കുക, കുറച്ച് നേരം റിവൈസ് ചെയ്യുക, ടെസ്റ്റ് എഴുതുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ 400 hours 80 × 5 400 hours നിങ്ങൾക്ക് ധാരാളം മതി ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക, ഈ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്യണം, പഠിക്കണം. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡെപ്തിലുണ്ട്, എത്രത്തോളം ന്യൂമറിക്കൽസ് ഉണ്ട്, എത്രത്തോളം തിയററ്റിക്കൽ ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ന്യൂമറിക്കൽസും ഉണ്ട്, തിയററ്റിക്കൽ ക്വസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി തന്നെ ക്വസ്റ്റൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 15 ക്വസ്റ്റനിൽ, അതായത് കഴിഞ്ഞ തവണ ഫിസിക്സും കെമിസ്ട്രിയും 15 മാർക്ക് വെച്ചിട്ടായിരുന്നു. അതിൽ 13+ ക്വസ്റ്റൻസ് ഡയറക്റ്റ്ലി തന്നെ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറിന് പഠിച്ചതുപോലെ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. കാരണം എന്താ, നമുക്ക് ഈ പറയുന്ന പോലെ വെയിറ്റേജ്
കൂട്ടിയിട്ടുണ്ട് അല്ലേ. കെമിസ്ട്രിയുടെ വെയിറ്റേജ് 15 നിന്ന് 30 ആയിട്ടുണ്ട്, ഫിസിക്സിൻ്റെ വെയിറ്റേജും 15 നിന്ന് 30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കവർ ചെയ്യേണ്ടി വരും. അതെല്ലാം നമ്മൾ വഴിയെ നോക്കുന്നുണ്ടാവും. ഇനി അടുത്ത പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പയർഡ് ടു അസിസ്റ്റന്റ് ഡയറക്ടർ വെയിറ്റേജ് ഇസ് മോർ ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഈ രണ്ട് സബ്ജക്ട്സും ഹാൻഡിൽ ചെയ്യേണ്ട രണ്ട് രീതിയിലാണ്. കാരണം ഇതിൽ ഫിസിക്സ് കമ്പാരിറ്റീവ്ലി സിലബസിൽ പോയിന്റ്സ് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളോട് പഠിക്കേണ്ടി വരും. പക്ഷേ അറ്റ് ദ സെയിം ടൈം കെമിസ്ട്രി ആണെങ്കിലോ അഗൈൻ ഈ വീഡിയോ ഇതെല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. കെമിസ്ട്രിയിലാണെങ്കിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കുറേ കൂടി സിലബസിൽ തന്നെ എവിഡൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിലുള്ള ചെറിയ ചെറിയ ചലഞ്ചസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക പലരുടെയും ഒരു ഡ്രീം ജോബാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്യണം, ഇങ്ങനെ തന്നെ എന്ത് ചെയ്യണം, നേരത്തെ കൂട്ടി നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അതുപോലെ തന്നെ നോക്കുക കോൺസെപ്ഷ്യൽ സ്റ്റഡി. ഈ ടോപ്പിക്സ് എല്ലാം തന്നെ എഞ്ചിനീയറിംഗ് മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഇതെല്ലാം കോൺസെപ്ഷ്യൽ സ്റ്റഡി. തിയറിറ്റിക്കൽ ആയിക്കോട്ടെ, ന്യൂമറിക്കൽ ആണെങ്കിലും രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിലും നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള സമയം, ആ 80 ഡേയ്സിൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള സമയം വെച്ചിട്ട് നിങ്ങൾ സ്വയം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ ഓറിയന്റേഷൻ വീഡിയോയും അതുപോലെ തന്നെ ഈ സിലബസിൻ്റെ ഡെപ്തും ക്വസ്റ്റൻസും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അവൈലബിൾ ടൈം വെച്ചിട്ട് നിങ്ങൾ സ്വയം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ കുറച്ച് ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ, കാരണം ഇത് മാത്സും കാണാതെ പഠിക്കാൻ പറ്റില്ല, ഫിസിക്സ് കാണാതെ പഠിക്കാൻ പറ്റില്ല, കെമിസ്ട്രി കുറേയൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാം. അങ്ങനത്തെ ടോപ്പിക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ടോപ്പിക്സ് അതിൽ തന്നെ നമുക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതിൽ ഫോർമുലാസ് ഒക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യണം. പക്ഷേ ബാക്കി ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഏത് ചോദ്യവും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ്. പിന്നെ ഇതാണ് മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് വീക്ക്ലി ഒരു ടെസ്റ്റെങ്കിലും നിങ്ങൾ മിനിമം എഴുതുക. ഇനി ഒരു ലാസ്റ്റ് 45 ഡേയ്സ് കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ടെസ്റ്റ് അതിൻ്റെ റിവിഷൻ, അങ്ങനെ ആ രീതിയിൽ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. അത് ഞാൻ വഴിയെ പറയുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ, നമ്മളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുക, വീണ്ടും അതിൽ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ വീണ്ടും ആ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക, വീണ്ടും ഇത് ചെയ്യുക. ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുക. അടുത്ത 80-85 ഡേയ്സ് ഇതായിരിക്കണം നിങ്ങളുടെ റൂട്ടീൻ എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ സ്വന്തം ഒരു ക്ലാസ് കണ്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ആ നോട്ട് എഴുതണമെന്നില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എന്താ, നിങ്ങൾ സ്വന്തം കൈപ്പടയിൽ ഷോർട്ട് നോട്ടായിട്ട് എഴുതുക. നിങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ നമ്മളുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെയ്തിരുന്ന ഒരു കോമൺ കാര്യം, ഇവർക്കെല്ലാം സ്വന്തമായിട്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ഷോർട്ട് നോട്ട് ഉണ്ട്. അതുള്ളവർ തന്നെ, അത് ബുദ്ധിമുട്ടാണ്, അത് ടൈം കൺസ്യൂമിംഗ് ആണ് ചെയ്യാനായിട്ട്. പക്ഷേ അത് ചെയ്യുന്നവർക്കാണ് എപ്പോഴും ഈ പറയുന്ന ടോപ്പിൽ എത്താൻ പറ്റുന്നത്. നിങ്ങളും ദയവ് ഇത് ചെയ്യുക, അതിന് ഒരു എക്സ്ക്യൂസും കാണരുത്. ഈ പറയുന്ന ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ടോപ്പ് ചെയ്തിട്ടുള്ള പല കുട്ടികളും വർക്കിംഗ് ആയിരുന്നു, അവർക്കെല്ലാം പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് എളുപ്പമല്ല. പക്ഷേ സ്വന്തം ഷോർട്ട് നോട്ട്, സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം സമയം കൊണ്ട് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഏറ്റവും എഫക്റ്റീവായിട്ട് റീകളക്ട് ചെയ്യാനും പറ്റും. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. റിവൈസ് ആൻഡ് അപ്ഡേറ്റ് യുവർ ഷോർട്ട് നോട്ട്സ് റെഗുലർലി. ഓരോ കാര്യം, ഓരോ വീഡിയോ കാണുമ്പോഴും അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസിലൂടെ, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം റിവൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ആ ക്വസ്റ്റൻസ് റിവൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഓരോ ടോപ്പിക്കും ഓരോ രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ആ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ഏരിയാസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു 80 ഡേയ്സിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീനിൽ പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഡിലിജൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇറ്റ്സ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. എല്ലാവർക്കും ഈ സിലബസ് പുതിയതാണ്, എല്ലാവർക്കും 80 ഡേയ്സ് ആണ് അവൈലബിൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒരു പ്ലാൻ ചെയ്ത് ഒരു സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാം കിട്ടും. അതല്ലാതെ നമുക്ക് ഈ പറയുന്ന അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മളുടെ ഗോൾ അത്രയ്ക്ക് വലുതാണെങ്കിൽ അങ്ങനത്തെ ചെറിയ ചിന്തകൾക്ക് സ്ഥാനമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്യുക. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി എങ്ങനെ വേണോ പഠിച്ചോളൂ, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടി, നോട്ട് മേക്കിംഗ്. എങ്ങനെയാണ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കേണ്ടത് ഓരോ സബ്ജക്റ്റിനും? ഞാൻ എല്ലാ വീഡിയോയിലും, എല്ലാ സ്റ്റഡി പ്ലാൻ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുക. ഇതിൽ നിങ്ങൾ ക്ലാസ് നോട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഷോർട്ട് നോട്ട് സ്വന്തം കൈപ്പടയിൽ തന്നെ എന്ത് ചെയ്യുക, എഴുതുക. അതുപോലെ തന്നെ ടെസ്റ്റിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് നോട്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ചെറിയ നോട്ട്ബുക്കും കൂടി ഉണ്ടാക്കുക. അപ്പോൾ ഈ 2 നോട്ട്സ് വെച്ചിട്ട് വേണം ലാസ്റ്റ് 45 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, റിവൈസ് ചെയ്യാനായിട്ട്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ
നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ടോപ്പിക്സ് വേർതിരിച്ച് അതിൻ്റേതായ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്വന്തം ചാർട്ട് സ്വന്തം ഷോർട്ട് നോട്ടിൽ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മളുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ എല്ലാം സ്ട്രെങ്ത്തിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ അവരുടെ ആ റിസൾട്ടിൻ്റെ ഏറ്റവും പ്രധാന ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ പറയുന്ന അവർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഷോർട്ട് നോട്ടാണ്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, അവർക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതിന് നിങ്ങൾ ഒഴിവ് വിചാരിക്കരുത്, സ്വന്തം കൈപ്പടയിൽ ഷോർട്ട് നോട്ട് എഴുതുക. ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടായിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങൾ തന്നെ എഴുതേണ്ട കാര്യമാണ് ഈ പറയുന്ന പോലെ. അപ്പോൾ അത് നീ പറയുന്ന പോലെ എഴുതുക, അതിലൂടെ തന്നെ റിവൈസ് ചെയ്യാനും ശ്രമിക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് പാരലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പാരലായിട്ട് തന്നെ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ക്ലാസ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അല്ല അടുത്ത സബ്ജക്റ്റ് തരുന്നത്. അതുപോലെ തന്നെ വെയിറ്റേജ് കൂടിയതും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ആദ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ പാരലായിട്ട് 3 സബ്ജക്റ്റും പറ്റുമെങ്കിൽ പാരലായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ വീക്കിലും നമ്മൾ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അതിലൂടെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സിലബസ് പുതിയ സിലബസാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കുറേ തിയററ്റിക്കൽ ടോപ്പിക്സ് ഉണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് റിവിഷൻ നടത്തുക. ഈ പോയിന്റ്സ് എല്ലാം തന്നെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ അടുത്ത 85 ഡേയ്സ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന പോലെ IU എന്ന് പറയുന്ന ആ എക്സാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് മിനിമം സമയത്ത് തന്നെ ഈ സിലബസ് കവർ ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹോളിരിക്കാനും പറ്റും. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാനാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ വന്നത്. ഇനി ഞാൻ പറയുന്നതൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ കോഴ്സ് റിലേറ്റഡ് കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കേൾക്കാം. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, ഗ്രൂപ്പ് സ്റ്റഡി ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. കാരണം അത് ഞാൻ പ്രധാനമായിട്ട് പറയാൻ കാരണം AD എക്സാമിന് പഠിച്ചതുപോലെ അല്ല നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കേണ്ടത്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. കാരണം വെയിറ്റേജ് കൂടുതലാണ്, വൈഡ് ഏരിയ എന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി സമയം കൂടുതലുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പാരലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകുക. കാരണം ഒരു സബ്ജക്റ്റ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പറ്റുന്നത് എന്താ പറയുക, ഒരു സബ്ജക്റ്റിന് വേണ്ടി ഞാൻ ചിലപ്പോൾ നമുക്ക് അവൈലബിൾ 80 ഡേയ്സിൽ 40-45 ഡേയ്സ് പോകും. പിന്നെ 40 ഡേയ്സ് കൊണ്ട് പിന്നെ ഓരോ സബ്ജക്റ്റ് വീണ്ടും അടുത്ത സബ്ജക്റ്റ് എടുക്കാൻ വീണ്ടും 20-25 ഡേയ്സ് പോകും. പിന്നെ ആകെ ഒരു 10 ദിവസം ഉണ്ടാവുള്ളൂ ഒരു ബാക്കി ഏറ്റവും അവസാനത്തെ സബ്ജക്റ്റ് പഠിക്കാനായിട്ട്. അങ്ങനെ ചെയ്യരുത്, പാരലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. കാരണം എല്ലാ മോഡ്യൂൾസിനും വെയിറ്റേജ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഓറിയൻറ്റേഷൻ വീഡിയോയിൽ, സബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ വീഡിയോയിൽ കെമിസ്ട്രിയിലും ഫിസിക്സിൻ്റെയും മാഷുമാർ പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ആണ്. നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ എല്ലാ വീക്കിലും നമ്മുടെ ക്ലാസ്സസ് ഒരു ഷെഡ്യൂൾ പ്രകാരം, ക്ലാസ് ഷെഡ്യൂൾ പ്രകാരം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ക്ലാസ് ഷെഡ്യൂൾ എല്ലാം നമ്മുടെ ആപ്പിൽ നമ്മുടെ കോഴ്സ് ഷെഡ്യൂൾ എന്നുള്ള ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. അതനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്പ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ പാരലായിട്ടായിരിക്കും നമ്മൾ ഒരു വീക്കിൽ നമുക്ക് 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമ്മൾ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, IUക്ക് വേണ്ടിയുള്ള വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എവറി സൺഡേ 3 PM ഉണ്ടാവും. അതുപോലെ തന്നെ മന്ത്ലി റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് 3 PM ഓൺ ഫസ്റ്റ് സൺഡേ ഓഫ് എവറി മന്ത്. ഇതെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ ആപ്പിൽ ഈ ടെസ്റ്റുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ വരുന്നുണ്ടാവും. ഇനി അതുപോലെ തന്നെ നമ്മുടെ സിലബസ്, ഈ പുതിയ IU സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം പോലെ അതുപോലെ തന്നെയുള്ള ക്ലാസ്സുകളായിരിക്കില്ല, കുറച്ച് ആഡ് ഓൺസ് ഉണ്ടാവും. അതെല്ലാം ഇനി ആഡ് ഓൺസ്, സ്പെഷ്യൽ റിവിഷൻ ആഡ് ഓൺസ് എല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ 45 ഡേയ്സ് റിവിഷൻ പ്ലാനിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിന് മുമ്പ് തന്നെ നമ്മുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളെല്ലാം 30th ഡിസംബറിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആക്കുന്നുണ്ടാവും. ഇനി 45 ഡേയ്സ് റിവിഷൻ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1 ജാനുവരി തൊട്ട്, അതായത് 1 ജാനുവരി തൊട്ട് നമ്മളുടെ എക്സാം വരെ, അതായത് February 18th വരെ അല്ലെങ്കിൽ 17th വരെ ഉള്ള ഒരു 45 ഡേയ്സ് അടുപ്പിച്ച് നമ്മൾ എന്തായിരിക്കും, റിവിഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ അന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അതായത് 1-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും, റിവിഷൻ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ ഒരു വീഡിയോയിൽ ഞാൻ വരുന്നുണ്ടാവും. ഇനി അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റ് ഷെഡ്യൂൾ, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ്, അതെല്ലാം റിവിഷൻ്റെ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും നമ്മൾ 1-ാം തീയതിക്ക് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 30-ാം തീയതിക്കുള്ളിൽ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. റിവിഷൻ പ്ലാൻ അതനുസരിച്ച് വരുന്നുണ്ടാവും. അതനുസരിച്ചുള്ള ടെസ്റ്റുകളാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ഈ പറയുന്ന പോലെ 1-ാം തീയതിക്ക് ശേഷമായിരിക്കും, ജനുവരി 1-ാം തീയതിക്ക് ശേഷമായിരിക്കും വരിക. അതിൻ്റെ ഒരു ഷെഡ്യൂൾ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് ഷെഡ്യൂൾ എല്ലാം നിങ്ങളുടെ ക്ലാസ് ഷെഡ്യൂളിൻ്റെ ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് ഷെഡ്യൂൾ, നിങ്ങളുടെ ടെസ്റ്റ് ഷെഡ്യൂളിൻ്റെ ഫോൾഡർ, അതായത് കോഴ്സ് അപ്ഡേറ്റ്സിൻ്റെ ഫോൾഡർ, കോഴ്സ് ഷെഡ്യൂളിൻ്റെ ഫോൾഡറിൽ നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ നോക്കിയേക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പഠിക്കുന്നതിന് പകരം മിനിമം ഒരു 3 സ്ലോട്ടിലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഫോളോ 3 സ്ലോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട്. ഞാൻ എല്ലാം നമ്മുടെ കുട്ടികൾ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് ഇത് അറിയാവുന്നതാണ്, ചിലപ്പോൾ അവർക്ക് ബോറിംഗ് ആയിരിക്കും. ബട്ട് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ദിവസം 5 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് 5 മണിക്കൂർ ഞാൻ രാവിലെ തന്നെ പഠിക്കാം, 5 മണിക്കൂർ ഞാൻ വൈകിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പഠിക്കാം, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ 2 മണിക്കൂർ രാവിലെ പഠിക്കുക, 1 മണിക്കൂർ ഉച്ചയ്ക്ക് പഠിക്കുക, 2 മണിക്കൂർ
മണിക്കൂർ വൈകിട്ട് പഠിക്കുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വൈകിട്ട്, ഞാൻ എല്ലാ ദിവസവും വൈകിട്ടാണ് പഠിക്കുന്നത്, അത് എന്തെങ്കിലും ഒരു തിരക്ക്, എന്തെങ്കിലും ഒരു അത്യാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റ് പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ പഠിച്ചില്ലെങ്കിൽ അന്നേ ദിവസം കംപ്ലീറ്റ് ആ ഒരു 24 hours നിങ്ങൾ പഠിക്കുന്നില്ല, ഒരു ഗ്യാപ്പ് വരും. അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു 3 slot പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എപ്പോഴും. എസ്പെഷ്യലി നമുക്ക് ഈ പറയുന്ന പോലെ 85 days ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ലോട്ട് പ്രിപ്പറേഷൻ എല്ലാ ദിവസവും റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട്സും ചാർട്ട്സും, ഇത് സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട്സും ചാർട്ട്സും ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് ഏത് PSC എന്നല്ല ഏതൊരു എക്സാം ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് കമ്പാരിറ്റീവ്ലി റിവിഷനൊക്കെ വളരെ സമയം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി ഞാൻ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യും, വീക്ക്ലി ഞാൻ എത്ര പഠിക്കും, മന്ത്ലി ഞാൻ എത്ര റിവൈസ് ചെയ്യും എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ്, ദാറ്റ് ഇസ് ഇതെല്ലാം നമ്മൾ തരുന്ന ക്ലാസ്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഷെഡ്യൂളാണ്. പക്ഷേ നിങ്ങളിത് എങ്ങനെയാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളിത് എങ്ങനെയാണ് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യാൻ പോകുന്നത്, അത് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കാം. ഓക്കെ, അതിനനുസരിച്ച് അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, നിങ്ങളുടെ അവൈലബിൾ സമയം അനുസരിച്ച്, നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങൾക്ക് ഫുൾ ടൈം അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ, അതനുസരിച്ച് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് ഞാൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് നോട്ട് എന്തൊക്കെയായിരുന്നു, ഈ സിലബസിലുള്ള അഡ്വാൻറ്റേജസ് നമ്മൾ മുൻകൂട്ടി കാണുക. കാരണം എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്, എല്ലാവർക്കും ഒരേ സിലബസ് ആണ്. ആർക്കും എൻ്റെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജും ഈ സിലബസിലില്ല. അത് ഈ പറയുന്ന പോലെ എപ്പോഴും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു പോസിറ്റീവായിട്ട്, ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് ഉൾക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഈ 85 days മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞു 80+ days ഉണ്ട്. ഇത് ഉറപ്പായും ഒരു സ്ട്രാറ്റജിയോടുകൂടി പഠിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് എന്തൊക്കെയാണ് ഞാൻ ഈ എക്സാമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, സിലബസ് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കും. പിന്നെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആലോചിക്കുന്നതോടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇത് പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ അടുത്ത 80 days റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, അതായത് ഇനി എന്ത് വന്നാലും പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ആയിരിക്കും ഈ എക്സാം കിട്ടുക. അതിൽ നിങ്ങളും ഉൾപ്പെടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ പറയുന്ന പോലെ ഇതൊരു ചലഞ്ചാണ്. ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ചോളം ഈ ചലഞ്ചസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യേണ്ട ചലഞ്ചസ് ആണ്. ഈ ചലഞ്ച് എന്ന് പറയുന്നത് 80 days ഈ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രാറ്റജിയിലൂടെ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് പോസിബിൾ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി നമ്മളുടെ ടെലഗ്രാം ചാനലിൽ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ടെലഗ്രാം ചാനൽ IUക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് നോക്കാം. ഇനി അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഴ്സ് ബ്രൗച്ചറും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കോഴ്സിൽ എന്തൊക്കെയായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്നെല്ലാം എല്ലാ ഡീറ്റെയിൽസും അതിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു കംപ്ലീറ്റ് കോഴ്സാണ്. നമ്മൾ സിലബസിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ, സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റും ഈ ഒരു കോഴ്സിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കുക, എങ്ങനെ വേണോ നിങ്ങൾ പഠിക്കുക, പക്ഷേ ഞാൻ ഈ പറഞ്ഞ ചെക്ക് പോയിന്റ്സും ഓറിയൻറ്റേഷൻ വീഡിയോയും കണ്ടിരിക്കുക. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ അലൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിരുന്നതിന് നന്ദി. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ സബ്ജക്ട്സിൻ്റെ കാര്യം പറഞ്ഞാലും അതിൻ്റെ വെയിറ്റേജ് പറഞ്ഞ കാര്യത്തിലും ഒന്നും കൂടി എന്താ പറയുക, ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങൾ ആ സിലബസ് ഒക്കെ എടുത്തൊന്ന് റെഫർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.